കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. കട്ടപ്പന ഫെസ്റ്റിന് മുനിസിപ്പൽ ഗ്രൗണ്ട് വിട്ടുനൽകുന്നതിനെ ചൊല്ലിയാണ് വാക്കേറ്റം നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 28 വിഷയങ്ങൾ ചർച്ചയായി. കട്ടപ്പന നഗരസഭയിൽ ഫെസ്റ്റിനും മൈതാനം അനുവദിക്കാൻ കൊട്ടേഷൻ വിളിച്ചതുമായി ബന്ധപ്പെട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ ചൊല്ലിയാണ് കൌൺസിലിൽ ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങൾ ഉണ്ടായത്. അകളാട് സ്വദേശി മുനീർ 13 ലക്ഷം രൂപയും നരിയമ്പാറ സ്വദേശി ബിജു പൂവത്താനിയും 15.99 ലക്ഷം രൂപയാണ് ഫെസ്റ്റിന് മൈതാനം അനുവദിക്കുന്നതുമായി കൊട്ടേഷൻ വെച്ചത്. ഇതിൽ ഉയർന്ന തുക നൽകിയ പൂവത്താനി ബിജുവിന് മൈതാനം വിട്ടു നൽകാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. തീരുമാനം കൌൺസിലിന്റെ അംഗീകാരത്തിന് വന്നപ്പോഴാണ് ഭരണ പ്രതിപക്ഷ വാക്കേറ്റമുണ്ടായത്. കൊട്ടേഷൻ നൽകാൻ കട്ടപ്പനയിലുള്ള സംഘടനകൾക്ക് ആവശ്യമായ സമയം നൽകിയില്ലെന്നും തീരുമാനത്തോട് വിയോജിക്കുന്നുവെന്നും പ്രതിപക്ഷ കൌൺസിലർ സിജോ മോൻ ജോസ് പ്രതികരിച്ചു. ആവശ്യമായ സമയം നൽകിയിട്ടും കൊട്ടേഷനുകൾ നൽകുന്നതിൽ ചിലർ താമസം വരുത്തിയെന്ന് ഭരണപക്ഷി അംഗം മനോജ് മുരളി പ്രതികരിച്ചു. ഇതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാക്കേറ്റമായി. ഡെസ്കിലടിച്ചും മറ്റും വാക്കേറ്റവും ഒത്തുകളി ആരോപണങ്ങളും തുടർന്നു. വളരെ വ്യാപകമായ അഴിമതിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫെസ്റ്റിന് ഒരു ദിവസം 1 ലക്ഷം രൂപ വെച്ചാണ് ഫെസ്റ്റ് നടത്തിയ ആളുകളോട് മേടിച്ചത്. ഇപ്രാവശ്യം അത് 60,000 രൂപയ്ക്ക് താഴെയായി കുറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് വളരെ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ഫെസ്റ്റിന് അപേക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പേ പത്തനംതിട്ടയിൽ നിന്ന് ഗ്രൗണ്ട് വാട്ടർ ടണൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കട്ടപ്പനയിൽ വന്നു കിടന്നു. അപ്പം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉള്ള ആളുകളുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡ് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഒടുവിൽ ഉയർന്ന തുകയും GSTയും ലഭിച്ചാൽ മൈതാനം കൈമാറാമെന്ന തീരുമാനത്തിൽ കൌൺസിൽ എത്തുകയായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ 28 വിഷയങ്ങളാണ് കൌൺസിൽ യോഗത്തിൽ ചർച്ചയായത്. അഭിപ്രായങ്ങൾ ഒക്കെ കൌൺസിൽ വന്നിട്ടുണ്ട്. കൌൺസിലിന് മുമ്പിൽ ഇതെല്ലാം വളരെ സുതാര്യമായിട്ടാണ് ചെയ്തത്. സ്റ്റിയറിംഗ് കമ്മിറ്റി 15-ാം തീയതി ചേരുകയും 15-ാം തീയതി 3 അപേക്ഷകരുണ്ടായിരുന്ന അപേക്ഷകരെ വിളിച്ച് സംസാരിക്കുകയും അവരോട് അവരുടെ വോട്ട് ചെയ്യുന്ന തുക നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് വിവിധ ആളുകൾ വിവിധ സമയങ്ങൾ ചോദിച്ചു. അവർക്ക് ആ സമയങ്ങൾ കൊടുത്തു. ആ സമയത്തിന് ശേഷം 2 കൊട്ടേഷനുകളാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു കൊട്ടേഷൻ വന്നു. പക്ഷേ അത് നമ്മൾ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ മീൻസ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷമായുള്ളത് നമ്മൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന തുകയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു കാര്യമാണ് കൗൺസിലിൻ്റെ വിലയിരുത്തിയത്. കട്ടപ്പന നഗരസഭയിൽ കേരളോത്സവം 2024 സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചും പുളിയമലയിലുള്ള SC വിഭാഗത്തിനുള്ള മുനിസിപ്പാലിറ്റി വക സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന റോഡുകളിൽ നിന്ന് എത്ര മീറ്റർ വിട്ട് പട്ടയം നൽകാമെന്നത് സംബന്ധിച്ച് വിഷയത്തിൽ നിയമോപദേശം ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.